Good morning to all. Welcome to social science class. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ദി അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. Apparent movement of the sun. What is apparent movement of the sun? The movement of the sun from Tropic of Cancer to Tropic of Capricorn and Capricorn to Cancer. This is a cyclic process. This is the apparent movement of the sun. And due to this apparent movement of the sun, the seasonal changes takes place. ഇതുകൊണ്ടാണ് ഈ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്തിന് കാരണമായി തീരുന്നു? സീസണൽ ചേഞ്ചിന് കാരണമായി തീരുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ദി അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ ആൻഡ് അതെങ്ങനെ ഒരു സീസണൽ ചേഞ്ചസിന് കാരണമായി തീരുന്നു, അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇത് ഇക്വേറ്റർ. ഇതിൻ്റെ ഇടയിലാണ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം. എന്നാലും നമ്മൾ പറഞ്ഞിരുന്നു ഡ്യൂറിങ് 1 ഇയർ, ഹാഫ് ഓഫ് ദി ഇയർ എർത്ത് വിൽ ബി ഓവർ ദി 1 ഹെമിസ്ഫിയർ ആൻഡ് ദി അതർ ഈസ് ദി അനദർ ഹെമിസ്ഫിയർ, അതർ 6 months ഓർ അനദർ ഹാഫ് ഓഫ് ദി ഇയർ, അല്ലേ? ഒരു വർഷത്തിൽ പകുതി സമയം ഒരു ഹെമിസ്ഫിയറിന് മുകളിലായിരിക്കും സൂര്യൻ്റെ പൊസിഷൻ. അതേസമയം അതേ വർഷത്തിൻ്റെ ബാക്കിയുള്ള പകുതി ഭാഗം അല്ലെങ്കിൽ ബാക്കിയുള്ള 6 മാസം നേരെ അപ്പുറത്തുള്ള ഹെമിസ്ഫിയറിൻ്റെ മുകളിലായിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലുണ്ടാകുന്ന സീസണൽ ചേഞ്ചുകളും എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 4 days ആണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അത് വളരെ പ്രധാനമായിട്ടുള്ള ചില ഡേറ്റുകളാണ്. 4 days എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ദി സൺ നമുക്കൊരു ആ 4 daysൽ പ്രധാനപ്പെട്ട ഒരു ഡേറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്നിട്ട് എങ്ങനെ ഈ സൺ ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് പൂർണ്ണമാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു എന്താ പറയുക, ഈ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ, അല്ലേ? അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വരുന്നു, വീണ്ടും അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ഈ ഒരു മൂവ്മെൻറ്റ്. ആൻഡ് വി വിൽ സ്റ്റാർട്ട് വിത്ത് മാർച്ച് 21st. മാർച്ച് 21st നിന്ന് ഓൺ മാർച്ച് 21st the position of the sun will be over the equator. എവിടെയായിരിക്കും? ആ ഇക്വേറ്ററിൻ്റെ മുകളിലായിരിക്കും മാർച്ച് 21st പൊസിഷൻ ഓഫ് ദി സൺ. ദെൻ ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ദി നോർത്ത് ആൻഡ് അങ്ങനെ അത് മൂവ് ചെയ്ത് എന്ത് ചെയ്യും? നോർത്തിലേക്ക് മൂവ് ചെയ്ത് ഏതുവരെ പോകും? അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ പോകും. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഇൻ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അല്ലേ? അപ്പം ഈ മാർച്ച് 21st തുടങ്ങിയ മൂവ്മെൻറ്റ് എന്ത് ചെയ്യും? ഏപ്രിൽ, മെയ്, ജൂൺ, അങ്ങനെ ജൂൺ 21st ആകുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ഓൺ എവിടെത്തും? ഇറ്റ് വിൽ ബി ഓവർ എബവ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതെന്ത് ചെയ്യും? ഇറ്റ് ടേൺസ് ബാക്ക്, അല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നു? ദി മൂവ്മെൻറ്റ് ഓഫ് ദി സദേൺ മൂവ്മെൻറ്റ് എന്ത് ചെയ്യും? വിൽ സ്റ്റാർട്ട്. അവിടുന്ന് തിരിച്ചെന്ത് ചെയ്യും? ഇങ്ങോട്ട് പോരും. എന്നിട്ടത് എപ്പോഴെത്തും? ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 23rd സെപ്റ്റംബർ 22nd it again September 23rd it will be again above the equator. അപ്പോൾ ഒരു അപ്പാരൻറ്റ് മൂവ്മെൻറ്റിൻ്റെ സമയത്ത് എന്ത് ചെയ്യും?
2 തവണ ഇക്വേറ്റർ ഇൻ്റർസെക്റ്റ് ചെയ്യും സൺ. മനസ്സിലായില്ലേ? ഇങ്ങനെ പോകുമ്പോൾ മാർച്ച് 21 എബവ് ദി ഇക്വേറ്റർ, ദെൻ ഇങ്ങനെ പോയി തിരിച്ചു വരുമ്പോൾ എഗെയിൻ സെപ്റ്റംബർ 22 സെപ്റ്റംബർ 23 വീണ്ടും എന്ത് ചെയ്യും? സെപ്റ്റംബർ 23 വീണ്ടും ഇക്വേറ്റർ ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ 2 ദിവസം എന്ത് ചെയ്യും? 2 ദിവസം ഈ എന്താ ഇക്വേറ്ററിനെ ഇൻ്റർസെക്റ്റ് ചെയ്യും സൺ, ആ പോക്കിലും വരവിലും. അങ്ങനെ ദെൻ അഗെയിൻ എന്ത് ചെയ്യും? ഇത് സൗത്തിലേക്ക് പോകും. ഏതുവരെ പോകും? ഏതുവരെ പോകും? ഏതുവരെ? ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെ വരും. അത് എന്ന് വരെ എത്തും? സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ 22 എവിടെ എത്തും? 22 കാപ്രിക്കോണിൻ്റെ മുകളിലിട്ടും. എഗെയിൻ അതെന്ത് ചെയ്യും? ഡിസംബർ അവിടെ വന്ന് നിൽക്കുമോ? ഇല്ല. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്, ഒരു വർഷത്തിന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അല്ലേ? എന്ത് ചെയ്യും? ഡിസംബർ 22 കഴിഞ്ഞാൽ പിന്നെ വേറെ തിരിച്ചത് നോർത്തോട് മൂവ്മെൻറ്റ് തുടങ്ങും. വീണ്ടും മാർച്ച് 21 ആകുമ്പോഴേക്ക് എവിടെ എത്തും? ഓവർ ദി ഇക്വേറ്റർ. ദെൻ ജൂൺ 21 ഓവർ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ദെൻ അഗെയിൻ സെപ്റ്റംബർ 23 ഓവർ ദി ഇക്വേറ്റർ. ദെൻ again December 20. This is the apparent movement of the sun. എന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്, ഈ മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 6 മാസം എവിടെയായിരിക്കും? 6 മാസം 6 months over the one hemisphere and other 6 months over the other hemisphere ആയിരിക്കും. അത് കണ്ടില്ലേ? ഈ മാർച്ച് മുതൽ മാർച്ച്, ഏപ്രിൽ, മെയ്, മാർച്ച് 21 അല്ലേ? ഏപ്രിൽ, മെയ്, ജൂൺ, ദെൻ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഇത്രയും സമയം എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും ദി പൊസിഷൻ ഓഫ് ദി സൺ. ദെൻ എന്ത് ചെയ്യും? സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആദ്യത്തെ 3 മാസം ഇങ്ങോട്ട്, ദെൻ ഈ 3 മാസം ഇക്വേറ്ററിലേക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻ ഷോർട്ട് 6 months സദേൺ ഹെമിസ്ഫിയറിലും 6 months എവിടെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയർ ഇൻ ആൻ ഇയർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ദി ടെമ്പറേച്ചർ വിൽ ബി ഹൈ. എവിടെയായിരിക്കും? എവിടെയാണോ സൂര്യൻ്റെ പൊസിഷൻ ഒരു വർഷത്തിൽ, അവിടെ ടെമ്പറേച്ചർ വിൽ ബി ഹൈ. അറ്റ് ദി സെയിം ടൈം ടെമ്പറേച്ചർ വിൽ ബി ലോ അതർ ഹെമിസ്ഫിയർ. ഇപ്പം നോർത്തിലാണ് പൊസിഷൻ എങ്കിൽ, അല്ലെങ്കിൽ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ കാലഘട്ടത്തിലാണെങ്കിൽ ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് അറ്റ് ദി സെയിം ടൈം ടെമ്പറേച്ചർ വിൽ ബി ലോ ഇൻ ദി southern hemisphere. On the other hand, from September, October, November, December to March, in this time the position of the sun will be in the southern hemisphere, so the temperature will be high in the southern hemisphere. At the same time temperature will be low in the northern hemisphere. അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഇനി ഈ പ്രധാനപ്പെട്ട ഈ ദിവസങ്ങൾക്ക് ഒരു പ്രത്യേക പേര് പറയും. പ്രധാനമായിട്ടും ഇക്വേറ്ററിൻ്റെ മുകളിൽ എത്തുന്നത് 2 ദിവസങ്ങളിലാണ് അല്ലേ? എന്തൊക്കെയാണ്? മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ദീസ് 2 days ആർ കോൾഡ് ഇക്വിനോക്സസ്. എന്താണ്? ഇക്വിനോക്സസ്. ദെൻ ജൂൺ 21 ഈ ദിവസത്തിന് പറയുന്നത് സമ്മർ സോൾസ്റ്റൈസ് in the northern hemisphere. Summer solstice in the northern hemisphere. ഇതാണെങ്കിലോ ഇവിടെ ആകുമ്പോൾ winter solstice again in the northern hemisphere. Winter solstice December 23 winter solstice in the northern hemisphere. മനസ്സിലാവുണ്ടോ? അതായത് സമ്മർ സോൾസ്റ്റൈസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇവിടെ വിന്റർ ആയിരിക്കും അല്ലേ? ഇവിടെ ഇത് വിന്റർ സോൾസ്റ്റൈസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ സമ്മർ ആയിരിക്കും അല്ലേ? ദീസ് ആർ ദി two days, particular days. രണ്ട് ദിവസങ്ങൾ ഇക്വിനോക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആയിരിക്കും. ദി ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഇൻ ദി 2 ഹെമിസ്ഫിയേഴ്സ്. അതാണ് ഇക്വിനോക്സസിന്റെ പ്രത്യേകത. ഡേയും നൈറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും 2 ഹെമിസ്ഫിയറിലും. ഏത് ദിവസങ്ങളിൽ? മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. Again
equal amount of sunlight is received in the northern hemisphere as well as in the southern hemisphere when the sun vertically over the equator. The apparent position of the sun during the Earth's revolution will be over the equator on March 21st and September 23rd. നമ്മൾ പറഞ്ഞ കാര്യമാണ്. Hence the length of the day and the night will be equal during these days on both the hemispheres. And these days, which days? March 21st and September 23rd. These 2 days are called equinoxes. The day and night will be equal in both hemispheres, north and south hemispheres. And from March 21st onwards, the sun apparently shifts from the equator northward and reaches vertically above the Tropic of Cancer on June 21st. This day is known as summer solstice in the northern hemisphere. On this day, northern hemisphere experiences its longest day and the shortest night. ഈ ദിവസം June 21st. On June 21st, the longest day in the northern hemisphere and the shortest night. നമ്മൾ ചില കാലങ്ങളിലൊക്കെ നമുക്കറിയാറുണ്ട് അല്ലേ, പകൽ സമയം കൂടുതൽ സമയം ഉണ്ടാവും, രാത്രി സമയം വളരെ കുറച്ച് സമയം കുറഞ്ഞ സമയം ഉണ്ടാവും അല്ലേ. അത് ഡ്യൂ ടു ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ അല്ലേ. ദെൻ the northern hemisphere generally experiences spring season between the March 21st to June 21st. അപ്പോൾ എന്താണ് സ്പ്രിംഗ് സീസൺ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, പ്രധാനമായിട്ടും ഗ്ലോബലി ദർ ആർ 4 seasons. ദിസ് ഈസ് സ്പ്രിംഗ്, ഓട്ടം, സമ്മർ ആൻഡ് വിൻ്റർ. അതിൽ സ്പ്രിംഗ് സീസൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ അനുഭവപ്പെടും എപ്പോ? ഫ്രം മാർച്ച് 21st ടു June 21st. In the northern hemisphere, the season will be spring. And what's spring season? Spring is the season of transition from winter to summer. അതായത് സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസണിൽ നിന്ന്, തണുപ്പ് സീസണിൽ നിന്ന് സമ്മറിലേക്ക് പോകുന്നതിൻ്റെ മുമ്പുള്ള അതിൻ്റെ ഇടയിലുള്ള ഒരു സീസണാണ് ഈ സ്പ്രിംഗ് സീസൺ. മനസ്സിലായല്ലോ? സ്പ്രിംഗ് ഈസ് ദി സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം വിൻ്റർ ടു സമ്മർ. അതായത് ഏതാണ് സമയം? ഈ സമയം ഫ്രം മാർച്ച് 21st ടു ജൂൺ 21st. അത് എവിടെ? ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ഫ്രം മാർച്ച് 21st ടു ജൂൺ 21st ദി സീസൺ വിൽ ബി സ്പ്രിംഗ്. And from June 21st to September 23rd in the northern hemisphere the season will be summer. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വിൻ്ററിൽ നിന്ന് സമ്മറിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സീസണാണ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരു ട്രാൻസിഷൻ പീരിയഡിൽ വരുന്ന സീസൺ. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത് ഏതായിരിക്കും? സമ്മർ ആയിരിക്കും അല്ലേ. അപ്പം ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ദി സമ്മർ സീസൺ വിൽ ബി June 21st to September 20. ഇത് ഗ്ലോബൽ സീസൺസാണ്, ഗ്ലോബലാണ്. എന്നുവെച്ചാൽ മൊത്തം ഭൂമിയിൽ അനുഭവപ്പെടുന്ന സീസൺസിനെയാണ് 4ആയി തരുന്നത്: സ്പ്രിംഗ്, ഓട്ടം, സമ്മർ, വിൻ്റർ അല്ലേ. അതിൽ വരുന്നതാണ് ഈ പറഞ്ഞ പൊസിഷൻ. ആൻഡ് ഫ്രം മാർച്ച് 21st ടു ജൂൺ 21st ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ സ്പ്രിംഗ് സീസൺ ആൻഡ് ജൂൺ 21st ടു സെപ്റ്റംബർ 23rd ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ സമ്മർ സീസൺ. മനസ്സിലാണ്ടല്ലോ. ഇനി ഇൻ ദി
സദേൺ ഹെമിസ്ഫിയർ അതിനുശേഷം at the same time or September 23rd to December ഇതെന്താണ് ഈ ഡിസംബർ 22 അല്ലെങ്കിൽ സെപ്റ്റംബർ 26 അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ അല്ലേ, അവിടെയാണ് സീസണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിസംബർ 22 വരെയുള്ള ഈ കാലഘട്ടത്തിൽ അതും ഒരു ട്രാൻസിഷൻ സീസണാണ്. ഏതാ സമ്മറിൽ നിന്ന് അതിൻ്റെ ആ സിവിയറിറ്റിയിൽ നിന്ന് വിൻ്ററിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സീസൺ, ദാറ്റ് ഈസ് ഓട്ടം. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇവിടെ ഏതായിരിക്കും ഓട്ടം. എന്നിട്ട് അത് കഴിഞ്ഞ് ഈ പറയുന്ന ഡിസംബർ 22 നിന്ന് വീണ്ടും മാർച്ച് 21 പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്ന സീസൺ ഈസ് ദി വിൻ്റർ സീസൺ. ആ സമയത്ത് പൊസിഷൻ ഓഫ് ദി സൺ എവിടെയായിരിക്കും? വിൽ ബി ഓവർ ദി നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. മനസ്സിലായില്ലേ? സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും. സദേൺ ഹെമിസ്ഫിയറിലാവുമ്പോഴാണ് വിൻ്റർ നോർത്തിൽ അനുഭവപ്പെടുന്നത്. ദെൻ ഇതേ സമയം സദേൺ ഹെമിസ്ഫിയറിൽ എന്തൊക്കെ സീസൺസ് ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ മാറുന്നത്? ഏതൊക്കെ സീസണാണ് സദേൺ ഹെമിസ്ഫിയറിൽ ഇതേ സമയത്ത് അനുഭവപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതേ സമയത്ത് ഇതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് സീസൺ ആയിരിക്കും എന്തുണ്ടാകുന്നത്? ഈ പറയുന്ന സദേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. നേരെ തിരിച്ച് അല്ലേ, ഇവിടെ മാർച്ച് 21 ജൂൺ സ്പ്രിംഗ് ആണെങ്കിൽ ഇവിടെ ഓട്ടം അല്ലേ. ദെൻ ഇവിടെ ജൂൺ 21 സെപ്റ്റംബർ സമ്മർ ആണെങ്കിൽ ഇവിടെ വിൻ്റർ അല്ലേ, വിൻ്റർ. ദെൻ ഓട്ടം ആണെങ്കിൽ ഇവിടെ സ്പ്രിംഗ്, ഇവിടെ വിൻ്റർ ആണെങ്കിൽ ഇവിടെ സമ്മർ. ഇതാണ് സീസണൽ ചേഞ്ചസ്. എന്താണ് സീസണൽ ചേഞ്ചസ്? എങ്ങനെയാണ് അത് കിട്ടിയത്? ഒന്നും കൂടി നോക്കാം. ഇനി നേരെ ആദ്യം നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചിത്രം വരച്ച് കാണിച്ചു തരാം. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ in between Tropic of Cancer and Tropic of Capricorn അല്ലേ. മാർച്ച് 21 to ജൂൺ 21. ആദ്യം ഈ മൂവ്മെൻറ്റ് നോക്കാം നമുക്ക്. നോർത്തേർഡ് മൂവ്മെൻറ്റ് ഫ്രം മാർച്ച് ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഫ്രം മാർച്ച് 21 ടു ജൂൺ 21. ഈ സമയത്ത് സൂര്യൻ അല്ലേ, സൺ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ന സമയത്ത് ഇനി ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആകാൻ പോവുകയാണ് അല്ലേ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആകാൻ പോകും. അപ്പോൾ സമ്മറിന് തൊട്ട് മുമ്പുള്ള സീസണാണ്, ഒരു ട്രാൻസിഷൻ സീസണാണ് സ്പ്രിംഗ്. അതാണ് ഈ സമയത്ത് ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്നത് സ്പ്രിംഗ് സീസൺ. മനസ്സിലായല്ലോ? സ്പ്രിംഗ് സീസൺ. ആ സ്പ്രിംഗ് സീസൺ അനുഭവപ്പെട്ട് അത് കഴിഞ്ഞ് ജൂൺ മുതൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ഇക്വേറ്ററിലേക്ക് എത്തുന്ന ഈ ഒരു കാലഘട്ടമുണ്ട്. ജൂൺ 21 ടു സെപ്റ്റംബർ 23 ഈ ഒരു കാലഘട്ടം. ഈ സമയത്താണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ അനുഭവപ്പെടുന്നത്. മനസ്സിലായല്ലോ? എഗെയിൻ സൺ എന്ത് ചെയ്യുന്നു? മൂവ്സ് ടുവേർഡ്സ് ദി സൗത്ത് അല്ലേ, ഫ്രം ഇക്വേറ്റർ. ഈ സെപ്റ്റംബർ 23 വീണ്ടും എന്ത് ചെയ്യുന്നു? ഇക്വേറ്ററിൽ നിന്ന് എങ്ങോട്ട് വരുന്നു? അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് ഡിസംബർ 22 ആയപ്പോഴേക്ക് കാപ്രിക്കോണിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ കാപ്രിക്കോണിൽ മൂവ് ചെയ്യുമ്പോൾ ഈ സദേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്ന സീസൺ ഏതാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്ന സീസൺ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? സദേൺ ഹെമിസ്ഫിയറിലെല്ലാം ഇപ്പം മുഴുവനായിട്ട് നമ്മൾ സ്പ്രിംഗ് കഴിഞ്ഞു, സമ്മർ കഴിഞ്ഞു. ഇനി ഈ സണ്ണിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ ഇക്വേറ്ററിൽ നിന്ന് ഈ കാപ്രിക്കോണിലേക്ക് പോവുകയാണ്. അതായത് ഫ്രം സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 വരെയുള്ള ഈ കാലഘട്ടം. ഈ സമയത്ത് ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ കഴിഞ്ഞാൽ വരാൻ പോകുന്ന സീസൺ ഏതാ? വിൻ്റർ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ വിൻ്ററിൻ്റെ തൊട്ട് മുമ്പുള്ള ട്രാൻസിഷൻ സീസൺ ഓട്ടം സീസൺ.
അല്ലേ? ഈ ഓട്ടം സീസണാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. ഏത് സമയത്ത്? ഫ്രം സെപ്റ്റംബർ 23 ടു ഡിസംബർ 22. ഇവിടെ അനുഭവപ്പെടുന്നത്, ഈ കാലഘട്ടത്തിൽ ഇവിടെ അനുഭവപ്പെടുന്നത് ഓട്ടം സീസൺ. മനസ്സിലായില്ലേ? ഇനി ഇത് കഴിഞ്ഞാൽ ഡിസംബർ 22 ടു മാർച്ച് 21 വരെയുള്ള ഈ ഒരു കാലഘട്ടമുണ്ട്. ഈ ഒരു 3 മാസം, ഈ 6 മന്തിലെ നെക്സ്റ്റ് 3 ഉണ്ട്. ഈ ഓട്ടം കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഈ നോർത്തിൽ ഈ സമയത്ത് അനുഭവപ്പെടുന്നത് വിൻ്റർ സീസൺ നോർത്തിൽ അനുഭവപ്പെടുന്നത്. പൊസിഷൻ എവിടെയായിരിക്കും? പൊസിഷൻ ഓഫ് ദി സൺ വിൽ ബി ഓവർ ദി സദേൺ ഹെമിസ്ഫിയർ. അത് നമ്മൾ ആലോചിച്ചാൽ മതി. എന്താ ആലോചിക്കേണ്ടത്? സൺ എവിടെയാണോ അവിടെ കൂടുതൽ സൺറൈസ് കിട്ടും. സണ്ണിൻ്റെ ഓപ്പോസിറ്റ് ഹെമിസ്ഫിയർ എവിടെയാണോ അവിടെ സൺറൈസ് കുറവായിരിക്കും. അപ്പോൾ അവിടെ വിൻ്റർ ആയിരിക്കും. സൺ ഏത് പൊസിഷനിലാണ്, ഏത് ഹെമിസ്ഫിയറിലാണോ അവിടെ സമ്മറായിരിക്കും. ആ സമ്മറിൻ്റെയും വിൻ്ററിൻ്റെയും തൊട്ട് മുമ്പുള്ള സീസൺ 2 സീസണൽ ചേഞ്ചസ്, ട്രാൻസിഷൻ സീസൺസ് ഉണ്ട്. അതാണ് സ്പ്രിങ്ങും ഓട്ടവും, അല്ലേ? നേരെ സമ്മറിലേക്ക് പോകുമ്പോൾ, വിൻ്ററിൽ നിന്ന് സമ്മറിലേക്ക് പോകുമ്പോൾ, ആ സമ്മറിൻ്റെ വിൻ്റർ കഴിഞ്ഞ് സമ്മറിലേക്ക് പോകുമ്പോൾ വിൻ്ററിൻ്റെയും സമ്മറിൻ്റെയും ഇടയിൽ അനുഭവപ്പെടുന്ന സീസൺ ഈസ് സ്പ്രിങ്, അല്ലേ? സമ്മർ കഴിഞ്ഞ് വിൻ്ററിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ അനുഭവപ്പെടുന്ന സീസൺ ഈസ് ഓട്ടം. മനസ്സിലായല്ലോ? ഇതാണ് ആ സൈക്ലിക് പ്രോസസ്സ്. ഇനി അതേപോലെ തന്നെ ഈ സമയത്ത് എന്തായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിലാണ് ഉള്ള സീസണാണ് ഈ പറഞ്ഞ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സീസൺസ്. ഓക്കെ, ക്ലിയർ? സീസണൽ ചേഞ്ചസ് ഡ്യൂ ടു ദി അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. ഓക്കെ, താങ്ക് യു.